വാസ്തവത്തിൽ ഇന്നലെ ഏകദേശം സന്ധ്യയായപ്പോൾ ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. പിന്നെ കുറച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഇത് ഒന്നും പരിഹരിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതും ചത്താൽ മതി എന്ന് തോന്നിയതും. ഈ ചില കാര്യങ്ങളെ നമ്മൾ വല്ലാതെ അങ്ങ് ആഗ്രഹിക്കുമല്ലോ, ഒരുപാട് ആഗ്രഹിച്ച് പോകും നമ്മൾ. ജീവിതത്തിൻ്റെ ഒരു സായുജ്യം ആ ഒരു സംഭവമാണ് എന്ന് നമ്മൾ തീരുമാനിക്കും. ഒടുവിൽ ഈ സംഭവം നടന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ചത്താൽ മതി എന്ന് തോന്നും. ശരിയല്ലേ? നമ്മൾ അത്രയധികം, അത്രമേൽ ശക്തമായി, അത്രമേൽ അഗാധമായി ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യം. അപ്പോൾ ഈ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ രാജഗോപാൽ എന്ന് പറഞ്ഞ താടിക്കാരൻ ഒരു പുതിയ അവതാരമുണ്ടല്ലോ. എന്താ, ടെലഗ്രാഫ് പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു, പിന്നെ കൺസൾട്ടിങ് എഡിറ്ററായി, പിന്നെ അവസാനം അതെടുത്ത് അവിടെ നിന്ന് എടുത്ത് ദൂരെ കളഞ്ഞു. കൽക്കട്ടയിലെ കണ്ടായിരുന്നു വിദ്വാൻ. ഇയാൾക്ക് പാസ്പോർട്ട് കിട്ടാതെ വിഷമിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന് ഈ മാധ്യമങ്ങൾ മുഴുവൻ, പത്രവും ചാനലും ഒക്കെ വിളിച്ചു പറഞ്ഞ് ഞാനും അങ്ങ് പരിഭ്രമിച്ച് എങ്ങനെയെങ്കിലും ഈശ്വര ഇയാൾക്ക് പാസ്പോർട്ട് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. തിരുപ്പതിയിൽ വഴിപാട് നേർന്നു, ചോറ്റാനിക്കരയിൽ, ഏറ്റുമാനൂർ, എനിക്കറിയാവുന്ന സ്ഥലത്തെല്ലാം ഞാനങ്ങോട്ട് വഴിപാട് നേർന്ന് കൊലം മറിച്ച് കളഞ്ഞു. എന്നിട്ടും കിട്ടിയില്ല. പക്ഷേ ഇന്നലെ വൈകുന്നേരമായപ്പോൾ ചാനലിൽ ആ ശുഭവാർത്ത അറിഞ്ഞു. അയാൾക്ക് പാസ്പോർട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ, ഇനി എനിക്ക് ഈ ഭൂമിയിൽ ഒരു നിമിഷം ജീവിച്ചിരിക്കേണ്ട, എനിക്ക് മോക്ഷം കിട്ടിയാൽ, എനിക്ക് മുകളിലേക്ക് പോയാൽ മതി, കെട്ടിയെടുത്തോ എൻ്റെ തമ്പുരാനെ എന്നെ. കാരണം എൻ്റെ പ്രിയപ്പെട്ട തമ്പുരാന് പാസ്പോർട്ട് കിട്ടിയിരിക്കുന്നു. രാജഗോപാലിന് പാസ്പോർട്ട്. ആരാ ഈ രാജഗോപാലെന്നാണ് നിങ്ങളുടെ വിചാരം? ആരാണ് ഇയാളെന്നാണ് നിങ്ങളുടെ വിചാരം? നിസ്സാരക്കാരനാണോ? കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ മറിച്ച് നോക്ക്, അപ്പോൾ അറിയാം ഈ വമ്പൻ. ഇയാൾ 32 വർഷമായിട്ട് കൽക്കട്ടയിലുണ്ടായിരുന്നു പോലും. ആർക്കറിയാം ഉണ്ടായിരുന്നോ അതോ തെക്കുവടക്ക് നടക്കുകയായിരുന്നോ? ഏതായാലും അങ്ങേരെ ഉണ്ടായിരുന്നു, പക്ഷേ വോട്ടർ പട്ടികയിൽ പേരില്ലായിരുന്നു. അപ്പോൾ ഈ വിദ്വാൻ എന്തെടുക്കുകയായിരുന്നു? വോട്ടർ പട്ടികയിൽ പേരില്ല, അതുകൊണ്ട് വെരിഫൈ ചെയ്യാൻ നിർവാഹമില്ല എന്നോ മറ്റോ പറഞ്ഞിട്ട് പാസ്പോർട്ട് ഓഫീസ് പാസ്പോർട്ട് കൊടുത്തില്ല. ഇയാൾക്ക് കൊടുക്കുകയില്ലല്ലോ. അവർക്കും എന്തെങ്കിലും പോലീസ് വെരിഫിക്കേഷൻ അത് ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഇയാളെ ഏതാ കക്ഷിയും തിരിച്ചറിയണ്ടേ? കുറേ തടിയും വെച്ചിട്ടുണ്ട്. ഇത് രണ്ടുമായിട്ട് തെക്ക് വടക്ക് നടക്കുന്നതാണ്. ഈ കക്ഷി ആരാന്നറിയണ്ടേ? ഇതുപോലത്തെ ഒരുപാട് കക്ഷികളുണ്ട്, പത്രപ്രവർത്തകർ തന്നെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, സിദ്ധാർത്ഥ വരദരാജൻ ആ വലിയ ദ വയർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസിദ്ധീകരണം. വയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഞ്ചിന് താഴെയുള്ള അവയവമല്ല, മറ്റേ ഇംഗ്ലീഷിലെ വയർ, WIRE വയർ. അങ്ങനെ ഒരു ഓൺലൈൻ പ്രസിദ്ധീകരണമൊക്കെ നടത്തി വലിയ ബുദ്ധിജീവിയാണ്. അപ്പോൾ പുള്ളിയെ ഹിന്ദു പത്രത്തിൻ്റെ പത്രാധിപരായിട്ട് ഒരു 4-5 വർഷം മുമ്പ് അവരങ്ങ് നിയമിച്ചപ്പോഴാണ് വിവാദം പൊട്ടി വന്നതും കോടതിയിൽ പോയതും. ഇയാൾ ഇന്ത്യൻ പൗരനല്ല. ഇന്ത്യൻ പത്രത്തിൻ്റെ പത്രാധിപരാകാനായിട്ട് ഇന്ത്യക്കാരനായിരിക്കണം എന്നൊരു നിയമമുണ്ട് പോലും. എന്തെല്ലാമാണെന്ന് നോക്കണേ. ഇന്ത്യൻ പത്രം മറ്റേ സായിപ്പ് വന്ന് എഡിറ്റ് ചെയ്താൽ എന്താ കുഴപ്പം? വാസ്തവത്തിൽ അവരല്ലേ യോഗ്യന്മാർ, അവരല്ലേ അത് ചെയ്യേണ്ടത്? ഇല്ല, അത് ഇന്ത്യക്കാർ ചെയ്യണമെന്ന് പറഞ്ഞ നിയമമുണ്ട്. ആ നിയമം പാസ്സാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ്. പുറത്ത് പറയാൻ കൊള്ളാം. പറ്റിപ്പോയ അബദ്ധം പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഏതായാലും കേസും ബുക്കാറും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ അപ്പോയിൻ്റ് ചെയ്തതിൻ്റെ 2ാം പക്കം ആശാൻ രാജിവെച്ചു, സിദ്ധാർത്ഥ വരദരാജൻ. ഇതുപോലെ വേറൊരു ചരക്കായിരിക്കാം ഈ പറഞ്ഞ രാജഗോപാൽ, എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഈ ദിവ്യനെ എഴുന്നള്ളിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിലും ഭേദമായിരുന്നു സിദ്ധാർത്ഥ വരദരാജൻ എന്നെനിക്ക് തോന്നിപ്പോയി. കാരണം ഇയാൾക്കും എന്തോ ക്രോസ് ബോർഡർ ലോയൽറ്റിയൊക്കെ കാണണം, അല്ലെങ്കിൽ ഇത്രയധികം മാധ്യമങ്ങൾ എഴുന്നള്ളിക്കാൻ വകയില്ല. അപ്പോൾ ഇപ്പോൾ പാസ്പോർട്ട് പൗരത്വരേഖയല്ല എന്ന് സർക്കാർ പറഞ്ഞു. പൗരത്വരേഖയല്ല, പാസ്പോർട്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇത് യാത്ര ചെയ്യാനുള്ളൊരു ഡോക്യുമെൻ്റാണ്, ഇത് ഇന്ത്യൻ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ എവിഡൻസ് അല്ല എന്ന് പാസ്പോർട്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതിവർ വായിച്ചു നോക്കാത്തതിന് നമ്മളെന്ത് പഴിച്ചു? ഇതല്ല. അപ്പോൾ പിന്നെ പൗരത്വരേഖ എന്താ? അങ്ങനെ ഒരു രേഖയില്ല, നമുക്കാർക്കുമില്ല പൗരത്വരേഖ. ഈ പൗരത്വരേഖ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 2019 പൗരത്വ ഭേദഗതി നിയമം മുതൽ തുടങ്ങിയത്.
പൗരത്വ നിയമം 1956 മറ്റോ പാസ്സാക്കിയതാണ് ജവഹർലാൽ നെഹ്റു. അതവിടെ കിടന്നു. അതനുസരിച്ച് ഒരു മുന്നോട്ട് പോക്കും ഉണ്ടായില്ല. 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇവിടെ ഇന്ത്യൻ പൗരനേതാ പാകിസ്ഥാൻ പൗരനേതാ വല്ല തീരുമാനമുണ്ടോ? വലിയ അടിയും വഴക്കും ചോരച്ചൊരിച്ചിലും ഒക്കെ ആയിട്ട് പാർട്ടീഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. തീരാത്തൊരു പ്രക്രിയയായിട്ട് ആരെങ്ങോട്ട് പോകുന്നറിയില്ല. ആരാണ് ഇന്ത്യക്കാരൻ, ആരാണ് പാകിസ്ഥാൻകാരൻ, ആരാണ് കിഴക്കൻ പാകിസ്ഥാൻ, പിന്നീട് ബംഗ്ലാദേശ്. സംഭവം കാലം മുന്നോട്ട് പോയി. ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വന്നു. അതിനിടയ്ക്ക് ബ്രിട്ടീഷുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, പോർച്ചുഗീസുകാർ, എത്ര കാര്യങ്ങളാണ് ഇവിടെ കിടന്നത്, ഇപ്പോഴും കിടക്കുന്നുണ്ട്. അവരുടെയൊക്കെ അംശം ആംഗ്ലോ ഇന്ത്യൻ വേറെ. ഇതിൽ ഇന്ത്യക്കാരൻ ആരാണ്? ഇത് തീരുമാനമാകാതെ ഇങ്ങനെ പോയി. അപ്പോൾ ഓരോ ആവശ്യത്തിനും ഓരോ കാർഡ് ഇറങ്ങി. റേഷൻ കാർഡ്, അത് റേഷൻ മേടിക്കാൻ പച്ചരി കിട്ടാനായിട്ടുള്ള കാർഡ് അതായി. അതിനിടയ്ക്ക് ഇലക്ഷൻ ID കാർഡ് വന്നു. ഇലക്ഷൻ ID വോട്ട് ചെയ്യാനായിട്ട് ഒരു കാർഡ്. അത് കഴിഞ്ഞപ്പോൾ ആധാർ വന്നു. അപ്പോൾ മറ്റ് സേവനങ്ങൾ ഒക്കെ ലഭ്യമാക്കാനായിട്ട് ഒരു കാർഡ്. അതേതാണ്ട് ലിങ്ക് ചെയ്യുന്നു കമ്പ്യൂട്ടർ വഴിക്ക്. അപ്പോഴത്തേക്ക് കമ്പ്യൂട്ടറൊക്കെ വന്ന് കൊലമറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് ലിങ്ക് ചെയ്തു, അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇൻകം ടാക്സുകാർ പറഞ്ഞു അതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യത്തിനൊരു കാർഡ് വേണം, പാൻ കാർഡ്. നമ്മൾ അതും എടുത്തു. പക്ഷേ ഇതിലൊന്നും തന്നെ പൗരത്വ കാർഡില്ല. പൗരത്വ കാർഡ് വേണമെങ്കിൽ നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ NRC അത് വേണം. രാജ്യം മൊത്തം ഒരു രജിസ്റ്റർ, അതിൽ പൗരന്മാരുടെ എല്ലാം പേരുകൾ, ഒരു സീരിയൽ നമ്പർ, ഇതൊക്കെ വെച്ചിട്ട് അത് തയ്യാറാക്കിയിട്ട് അതിലെ നമ്പറൊക്കെ ഇട്ട് തരുന്ന കാർഡായിരിക്കും നിങ്ങളുടെ പൗരത്വ കാർഡ്. ഇത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ജവഹർലാൽ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിമാർക്ക് ഇത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നരേന്ദ്രമോദി ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കി, അത് സക്സസ് ആയിട്ടില്ല ഇതുവരെ. ഇനിയും ബഹുദൂരം പോകാനുണ്ട്. ഇതാണ് സംഭവം. നമുക്കൊരു സ്വഭാവമുണ്ട്, നമ്മളെടുത്ത് ഒരു ചോദ്യവും ചോദിക്കാൻ പാടില്ല. എടോ മോഹൻദാസ്, താൻ ആരാണ്, തനിക്കൊരു പൗരത്വ കാർഡ് തരാൻ പോവുക, താൻ ആരാ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ ആരാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ എനിക്ക് പൗരത്വ കാർഡ് വേണം. എൻ്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ പറയില്ല, എവിടെ ജനിച്ചു എന്ന് ഞാൻ പറയില്ല, എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് ഞാൻ പറയും. ഞാനൊന്നും പറയില്ല, പക്ഷേ എനിക്ക് കാർഡ് തരണം. കാർഡ് നരേന്ദ്രമോദി വീട്ടിൽ കൊണ്ടുവന്ന് തിണ്ണയ്ക്ക് വെച്ചിട്ട് പൊക്കോളണം. ആ കാർഡ് കിട്ടിയെന്നുള്ളതിൻ്റെ രസീത് പോലും ഞാൻ തരില്ല. എന്നാൽ എനിക്ക് കാർഡ് വേണം, പാസ്പോർട്ടും വേണം. എനിക്ക് തോന്നിയ വാസം എവിടെയെന്ന് വെച്ചാൽ അമേരിക്ക, ഇംഗ്ലണ്ട്, എവിടെയാണെന്ന് വെച്ചാൽ പോകണം. ഇപ്പോൾ ഈ രാജഗോപാലിൻ്റെ മകളെ കണ്ട് അമേരിക്കയിലാണ്. ആ മകളുടെ കല്യാണത്തിന് പോകാൻ ഇയാൾക്ക് പറ്റിയില്ല എന്നാണ് ഇയാൾ പറയുന്നത്. ഇയാൾ എപ്പോഴാണ് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തത് എനിക്കറിയില്ല. ഇയാൾക്ക് നേരത്തെ തന്നെ പാസ്പോർട്ട് ഉണ്ടാവേണ്ടതില്ല. ഇയാൾക്ക് പ്രായം കുറേ ഉണ്ടല്ലോ, കാഴ്ചയിൽ ഒരു 60-65 വയസ്സെങ്കിലും ആക്ഷേപമില്ലാതെ കാണുന്നുണ്ട് അയാളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ എനിക്കറിഞ്ഞുകൂടാ, ചെറുപ്പക്കാരന് ഈ വെളുത്ത ഡൈ അടിച്ചിട്ട് ചിലപ്പോൾ കിളവനായിട്ടൊക്കെ നടക്കുന്നുണ്ട്, അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തുവായിക്കോട്ടെ, ആക്ഷേപമില്ലാതെ ഒരു 60 വയസ്സ് ഈ രാജഗോപാലിനുണ്ട്. ഇയാൾ ഇത്രയും കാലം എന്തെടുക്കുകയായിരുന്നു? തനിക്ക് പാസ്പോർട്ട് എടുക്കാൻ പാടില്ലേ? ഇനി പാസ്പോർട്ട് നിഷേധിച്ച് ഇയാളാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് പാസ്പോർട്ട് നിഷേധിക്കപ്പെട്ട കക്ഷി. നമ്മുടെയൊക്കെ എത്ര പേരുടെ എന്തെല്ലാം കാര്യം പറഞ്ഞിട്ട് പാസ്പോർട്ട് തടഞ്ഞിരിക്കുന്നു. ഇതെല്ലാം നിങ്ങളിതേ ഹൈക്കോടതിയിൽ വന്നാൽ കാണാം. എത്ര പേരാണ് പാസ്പോർട്ടിൻ്റെ ഓരോ കാര്യത്തിൽ, ഹൈക്കോടതിയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ അതോറിറ്റി. ഇനിഷ്യൽ തെറ്റിപ്പോയി, പേര് തെറ്റിപ്പോയി, ഭർത്താവിൻ്റെ പേര് തെറ്റിപ്പോയി, കൊച്ചിൻ്റെ പേര് ചേർത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് ഈ പാസ്പോർട്ട് ഓഫീസർ ഇത് റിജക്റ്റ് ചെയ്യും നമ്മുടെ ആപ്ലിക്കേഷൻ. പിന്നെ അത് കേന്ദ്ര സർക്കാരിൽ പോയി ശരിയാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴങ്ങനെ നടക്കുന്നതാണ്. അപ്പോൾ അതിന് എളുപ്പ വഴിയാണ് ഇവിടെ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുക്കും, കോടതി അത് നോക്കും, അത് ജെനുവിനാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൊടുക്കണോ അവർക്ക് പാസ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ജഡ്ജ്മെൻറ്റ് എഴുതി കയ്യിൽ തരും. അത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ പാസ്പോർട്ട് ഓഫീസിലെ ആ കൂടെ ഒഴിഞ്ഞു കിട്ടും. ഇങ്ങനെയാണ് മനുഷ്യർ ചെയ്യുന്നത്. ഇതൊന്നും ചെയ്യാൻ രാജഗോപാലിന് കിട്ടുകയില്ല. അങ്ങേര് കാലം കയറ്റി വീട്ടിലിരിക്കും, അവിടെ പാസ്പോർട്ട് എത്തിച്ചോളണം. അയാളൊരു വിവരവും തരില്ല. ഇയാൾ ആരുക, ഏത് തമ്പുരാനാണ്? പക്ഷേ രാജഗോപാലാണ് തമ്പുരാൻ. എല്ലാ പത്രക്കാരും തമ്പുരാക്കന്മാരാണ്, പക്ഷേ രാജഗോപാൽ പ്രത്യേക തമ്പുരാനാണ്. പണ്ടാരോ പറഞ്ഞിട്ടില്ലേ, എല്ലാ തമ്പ്രാക്കളും തമ്പ്രാക്കൾ, ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ എന്ന് പറഞ്ഞ പോലത്തെ ഒരു തമ്പ്രാക്കളാണ് രാജഗോപാൽ. എന്നിട്ട് ഇയാളെ പിന്തുണച്ച് വീഡിയോ ചെയ്യാനായിട്ട് സർജിക്കൽ സ്ട്രൈക്ക്, നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ ബെരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന മനുഷ്യൻ ഇപ്പോൾ ഇച്ചിരി ഓട്ടം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ
കുറ്റിയിറച്ച പോലെ എടുത്തിരിക്കുന്നത് ഇരിപ്പ് കൂടുതലും ഓട്ടം കുറഞ്ഞിട്ടുണ്ട്. എന്ത് വൈകിക്കോട്ടെ, ഉണ്ണി ബാലകൃഷ്ണൻ കണ്ടക്ഷോഭം നടത്തുന്നു. നമ്മുടെ റേഷൻ കാർഡിൽ നിന്നും നമ്മുടെ ID കാർഡ് അല്ല കേട്ടോ, നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ പൗരത്വരേഖ അല്ല കേട്ടോ, നമ്മുടെ പാൻ കാർഡ് നമ്മുടെ പൗരത്വരേഖ അല്ല കേട്ടോ, കേട്ടോ 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 എന്ന് ചോദിച്ചിട്ട് ഉണ്ണി ബാലകൃഷ്ണൻ കണ്ടക്ഷോഭം നടത്തുന്നു. എൻ്റെ ഉണ്ണി, എൻ്റെ ബാലകൃഷ്ണ, ഇത് പൗരത്വരേഖ അല്ലാന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് ഞങ്ങളെന്ത് പരീക്ഷ. എന്നിട്ട് അതെന്തോ മഹത്തായ കണ്ടുപിടുത്തം പോലെ ഉണ്ണി ബാലകൃഷ്ണനൊക്കെ കൂടെയല്ലേ ഇതിനിപ്പോൾ ആരെ വെച്ചത്? CAA കാലത്ത് എന്തായിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ്റെ തുള്ളിക്കളി ഓർക്കണില്ലേ? ഒരു കാര്യം ഈ നാട്ടിൽ റെഗുലറൈസ് ചെയ്യാൻ സമ്മതിക്കുമോ? ഇല്ല. അപ്പോൾ പാസ്പോർട്ടും തടഞ്ഞു വയ്ക്കും. പാസ്പോർട്ട് തരില്ല, പാസ്പോർട്ട് ഇല്ല, അത് നിങ്ങൾ പൊക്കോ, അമേരിക്കയ്ക്കോ ഇംഗ്ലണ്ടിനോ എവിടെയെന്ന് വെച്ചാൽ പൊക്കോ, പാസ്പോർട്ടില്ല, കാഗസ് വേണ്ടല്ലോ, കാഗസിനെ ദിക്കായെങ്കിൽ പോരാഞ്ഞിട്ട് നിങ്ങളൊക്കെ ഇവരൊക്കെ വിശ്വപൗരന്മാർ, അറിയാമോ നിങ്ങൾക്ക്? വിശ്വപൗരൻ. അതിരുകളില്ലാത്ത ലോകം, നമ്മുടെ സുനിൽ പിള്ളയുടെ അതിരുകളില്ലാത്ത ലോകം. അതിരില്ലല്ലോ ആശാനെ, ചുമ്മാ അങ്ങ് കയറി ചെല്ലുന്നു. അമേരിക്കയിലോ ഗൾഫിലോ എവിടെയെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഈ കവിത ചൊല്ലിയാൽ മതി. അതിരുകളില്ലാത്ത ലോകം, ഞാൻ ദേ വന്നിരിക്കുന്ന ചേട്ടാന്ന്. അവർ കവളം മെഡലിനടിക്കും നിങ്ങൾ പാസ്പോർട്ടില്ലാതെ ചെന്ന് കഴിഞ്ഞാൽ. പാസ്പോർട്ട് വിസയും കാഗസ് എല്ലാം ഉണ്ടെങ്കിലേ അവിടെ കയറ്റുള്ളൂ. ഇവിടെ ഈ മൂച്ച് നടക്കുകയുള്ളൂ. കാഗസിനെ ഈ ദിക്കായെങ്കിൽ ദിക്കാണ്ട, നിങ്ങൾ കാഗസ് കാണിക്കണ്ട. ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, ഒരു കടലാസും ഞാൻ കാണിക്കില്ല മോഹൻദാസ്. ഞാൻ പറഞ്ഞു, അടുത്ത മാസം ചേട്ടന് പെൻഷൻ കിട്ടൂല കേട്ടോ. അല്ല അത് ഞാൻ പറഞ്ഞു, കടലാസും കൊണ്ട് നിങ്ങൾ തുള്ളി കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ ചെല്ലുന്ന ഞാൻ കാണിച്ചു തരാം, പെൻഷൻ നിർത്തി വെച്ചാൽ മതി. കേന്ദ്ര സർക്കാരിൽ നിന്ന് പെൻഷൻ ഒപ്പിട്ട് വാങ്ങുന്നതാണ് കാഗസിനെ ഈ ദിക്കായെങ്കിൽ. അമ്പാടാ, അത് കൊള്ളാമല്ലോ. ഒരു കടലാസും ഞാൻ കാണിക്കില്ല, ഒരിടത്ത് ഞാൻ ഒപ്പിടുകയില്ല, ഞാൻ സ്വതന്ത്രനാണ്, വിശ്വപൗരനാണ്. ഇതൊക്കെയാണ് ലൈൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ തട്ട് മേടിക്കും. ഈ രാജഗോപാലിനെ കേന്ദ്ര സർക്കാർ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോദി കുറച്ചുകൂടെ ഫാസിസ്റ്റായ നന്നായിരുന്നു. എൻ്റെ മോദി ഒരല്പം ഫാസിസ്റ്റ് ആകുക, ഇവന്മാരുടെ അടുത്ത് ഇങ്ങനെ പറ്റുള്ളൂ. ഇവനെയൊക്കെ പിടിച്ച് ജയിലിലിടും. പിന്നെ അവൻ പൗരാവകാശത്തിൻ്റെ കേസല്ലേ, അത് നമുക്ക് നോക്കാം. അവൻ ഫൈറ്റ് ചെയ്ത് സുപ്രീം കോടതി വരട്ടെ, അപ്പോൾ നോക്കാം നമുക്ക്. ധൈര്യമായിട്ട് പിടിച്ച് ഇതുപോലത്തെ ചരക്കുകളൊക്കെ പിടിച്ച് ജയിലിലിടണം. സംശുദ്ധമായ രാജ്യദ്രോഹികളാണ്. പാരവെപ്പാണ് ഇവൻ്റെയൊക്കെ പരിപാടി. രാജ്യത്തെ നശിപ്പിക്കാൻ എന്തെല്ലാം കുതന്ത്രങ്ങൾ ഉണ്ടാക്കാമോ അതിൻ്റെ എല്ലാം മുന്നിൽ നിന്നവനാണ് ഈ രാജഗോപാൽ. മുന്നിലും പിന്നിലും നടുക്കും നിന്ന് നയിക്കുന്നവനാണ് രാജഗോപാൽ. ആ രാജഗോപാലിനെ മലയാള മാധ്യമങ്ങൾ ആരെ ചുവന്ന് രാജാവാക്കുന്നു നിങ്ങൾ നോക്കിയാൽ മതി. അവൻ ഒന്നാം തരം രാജ്യദ്രോഹിയായിരിക്കും. നേരെ ചൊവ്വയുള്ള ഒറ്റ ഒരുത്തിന് ഇവർ തലപൊക്കാൻ സമ്മതിക്കില്ല. ഒരുത്തനും ഇവർ സിന്ദാബാദ് വിളിക്കില്ല. ഇവർ സിന്ദാബാദ് വിളിച്ചാൽ അപ്പം കരുതിക്കോണം അവൻ കുഴപ്പക്കാരനാണ്. എന്തിനാണ് ഈ നാടകം? ഏതായാലും ഇപ്പോൾ ഒരു കാര്യമുണ്ട് കേട്ടോ, VD സതീശൻ യോഗമുള്ളവനാണ്. VD സതീശൻ കത്തയച്ചു. ആർക്ക്? ബംഗാൾ മുഖ്യമന്ത്രിക്ക്. അങ്ങനെ എന്ത് ചെയ്യാനാന്ന് അറിഞ്ഞുകൂടാ. പാസ്പോർട്ട് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ. എന്ത് വാങ്ങിക്കോട്ടെ, VD സതീശൻ അങ്ങോട്ട് കത്തയച്ചു. അതിൻ്റെ പിറ്റേ ദിവസം പാസ്പോർട്ട് കൊടുക്കാൻ പോവുകയാണ്. പോലീസ് വെരിഫിക്കേഷൻ ശരിയായിട്ടുണ്ടെന്നോ മറ്റോ പറഞ്ഞ് വാർത്ത വന്നു. അപ്പോൾ സതീശന് ഇനിയിപ്പോൾ ഗമയ്ക്ക് നടക്കാൻ കണ്ടോ, അവന് പാസ്പോർട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞാനുടനെ ഒരു കത്തയച്ചു. സംഗതി ക്ലിങ് റെഡിയായി എന്ന് സതീശന് മേനി നടിക്കാം. രാജഗോപാലിന് സതീശനോട് നന്ദിയും പറയാം. ഇതാണ് മൊത്തത്തിലുണ്ടായ ഫലശ്രുതി. ബാക്കി ഇനി വരാനിരിക്കുന്നു. ഇനി എത്ര പേരുടെ കേസ് വരാനിരിക്കുന്നു നിങ്ങൾ കണ്ടോ? കാണാൻ പോകുന്ന പൂരം ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല. താങ്ക് യു.